ആ അത് നീ ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ ഇന്ന് വേറെ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് സാധനം കൊടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ടൊന്നും കാണാതെ. അത് ആ റൂട്ടിൽ എനിക്ക് വരേണ്ട ആവശ്യം ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് വേറെ ഒരുത്തൻ പോയി കളഞ്ഞ്. പിന്നെ അല്ല, റൂട്ടില് വരുന്ന ദിവസം ഒന്നല്ലല്ലോ നീ വെച്ച്. അതല്ല, ഉം. എന്നാ നിൻ്റെ അടുത്ത് വരുമ്പോഴല്ല ഓർഡർ ഉണ്ടാവില്ലാവാത്ത എല്ലാണ്ട് എനിക്ക് വരായാ ഞാനും വരണം വരണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു സാഹചര്യം ഒത്തു കിട്ടണ്ടേ. നീ ഓർഡർ ഇല്ലാണ്ടെല്ലാം വിറ്റില്ലേ? എത്തുണ്ട്, അതാ ഞാൻ പറഞ്ഞേ. ഞാൻ ഒരു ഇതില്ലാണ്ട് നിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴത്തെ വീടില്ലേ, അവിടെ നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്ക് ഒരു ഡൗട്ട്. പിന്നെ വന്നിട്ട് പോകുന്ന അപ്പാടൊന്നുമല്ലല്ലോ പോകുന്നത്, 1-2 അതെ, മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ. എന്നാലും അടുത്ത വീട്ടിലൊന്നുമില്ല കൊടുക്കാൻ. എങ്ങനെയും പാടാൻ. ഈ ഭാഗത്തൊന്നുമില്ല. ഞാൻ പിന്നെ ഇപ്പം തന്നെ ആയി 12 മണിയായില്ലേ. അത് സാരമില്ല, നീ എങ്ങനെയും വാ. എങ്ങനെയെങ്കിലും വന്നാൽ നിൻ്റെ ഹസ്ബൻഡൊന്നും ഇടയ്ക്ക് ഓടി വരുമോ? പിന്നെ ഇല്ല, അത് 4 മണി 5 മണിയിലാവില്ലേ. പിള്ളേരോ? പിള്ളേർ സ്കൂളിൽ നിന്ന് വരട്ടെ. നമ്മളെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും പെട്ടുപോവേ. നീ അങ്ങനെ തന്നെയല്ലേ വരുത്ത്. എന്നിട്ടപ്പം പെട്ടിനാ ഇല്ലല്ലോ. വന്നു കഴിഞ്ഞാൽ എന്നെ വേഗം വിടൂലല്ല, അതല്ലേ വേറൊരു. നിൻ്റെ എല്ലാ അഭ്യാസവും നടത്തി കഴിഞ്ഞിട്ടല്ലേ വിടുള്ളൂ. നീ ഇനി എങ്ങനെയും വാ. അതെന്താ ഒന്നും വേറെ ഒന്നും നടന്നിട്ടില്ലേ? അല്ല, നാളെയും മറ്റന്നാളും ഇവിടെ ആയുണ്ടാവും. ആ നാളെ ഇന്നത്തെ തിങ്കളാഴ്ച വന്നാൽ പോരെ? എന്നേരം എത്ര ദിവസമായി? ദിവസത്തിൻ്റെ അല്ല, ഞാനും എങ്ങനെയെങ്കിലും നിൻ്റെ അടുത്ത് എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണ്ടേ കുറച്ച്. ശ്രദ്ധിക്കാൻ നീ ഇത്ര ദിവസം വന്നിട്ട് ആരും പിടിച്ചിട്ടില്ലല്ലോ. അതല്ല, ഉം. പിടിക്കാതെ ദിവസമൊന്നും വേണ്ടല്ലോ. ഇന്ന് നീ പറ്റുന്നില്ല വാ. ഇന്ന് വന്നിട്ടില്ലേ പിന്നെ പിന്നെ തിങ്കളാഴ്ച ഇനി എത്ര ദിവസമായി അത്? അത് ഇരുന്ന ഈ ദിവസത്തിൻ്റെ കണക്കല്ലോ ഉണ്ടോ? എനിക്ക് തീരെ സംഗതി നടക്കുന്നില്ല തീരെ. ഇല്ല, എനിക്ക് വരാൻ പറ്റും വാ. എനിക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് 2 ഓർഡർ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് കൊടുത്ത് വരുമ്പോഴേക്ക് പിന്നെ കുറച്ച് ലേറ്റ് ആവും. അത് ഇന്ന് എന്തെങ്കിലും ഓർഡർ ഉണ്ടോന്ന് പറഞ്ഞിട്ട് നീ വാ. 4 മണിയുടെ അടുത്ത് വരണേ. 4 മണിയുടെ ഇടക്ക് വരണമെന്ന് പറഞ്ഞാൽ ഇത് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പിൽ വരണ്ടേ? അങ്ങനെ വരുന്നു. അതെ, അങ്ങനെ വരണം, മനസ്സിലായി. പക്ഷേങ്കിൽ 4 മണിക്ക് മുന്നേ ഞാൻ അവിടുന്ന് ഇറങ്ങുമല്ലേ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ വന്നാലേ നടക്കും. എനിക്കാണെങ്കിൽ ചെറിയ സമയമൊന്നും പോരല്ലോ. ആ, എന്നാ നീ ഇപ്പം വാ. ഏ ബാക്കിയെല്ലാം നാളെ കൊടുത്തു. ഇപ്പം വന്നാൽ എൻ്റെ പണി പോവും. നീ ഇത് 3-4 ദിവസമായില്ലേ വന്നിട്ട്? നീ തന്നെ എത്ര ദിവസമായി ഇങ്ങനെ പറ്റിക്കുന്നു? എടി അങ്ങനെ പറഞ്ഞാൽ കുറച്ചൊരു കൺട്രോളൊക്കെ വേണ്ടേ മനുഷ്യന്മാരെ? ഞാനിനി ഇങ്ങനെ പറയണ്ടേ ഇവനോട്? നീ ഇന്ന് വന്നേ പറ്റൂ. ഇന്ന് വന്നേ പറ്റൂന്ന് പറഞ്ഞാൽ ഞാനൊരു 1:30 ആകുമ്പോൾ എങ്ങനെയെങ്കിലും എത്താൻ പറ്റുമോ നോക്കാം. 1:30 മണിക്കുന്നൊരു സമയം ഉണ്ടാവുമോ? ആ അതന്നെയാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ വരുന്ന ഒരു 10-10:30 ആകുമ്പോൾ വരുന്നില്ലേ? അങ്ങനെ വന്നിട്ട് തന്നെ നീ എന്നെ വിടുന്ന ഇപ്പോൾ ഉച്ചക്കാണ്. എന്നിട്ട് ഞാൻ ഓടി നടന്നിട്ട് വേണം എൻ്റെ മറ്റുള്ള ഇത് ഓർഡറൊക്കെ കൊടുത്ത് തീർക്കാനും. അതല്ലേ ഞാൻ പറഞ്ഞ എന്നോട് ഇപ്പം വാ. ഓർഡറെല്ലാം പിന്നെ നാളെ കൊടുക്കാം. എല്ലാം ഞാനിങ്ങനെ എത്തിപ്പോയി കുറേ ദൂരെ. വീട്ടിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് കണ്ടിട്ട് 1/2 മണിക്കൂർ വണ്ടി ഓടിക്കണം. അത് സാരമില്ല, വരുമ്പോൾ നിർത്തും. നീ വിടി. എന്നാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്തെങ്കിൽ എനിക്ക് അതുകൊണ്ട് നേരെ ഇങ്ങ് വന്നാൽ മതി. എന്തെങ്കിലും ചെറിയ സാധനം ആവശ്യമില്ലാത്ത സാധനം ഇങ്ങനെ ഓർഡർ ചെയ്യുക. എനിക്ക് ആവശ്യമുള്ളത് ഓർഡർ ഉണ്ടായിട്ടല്ലല്ലോ സാധാരണ വെത്ത്. അങ്ങനെയല്ല, എനിക്ക് ആവശ്യമുള്ള സാധനം പിന്നെ ഓർഡർ ചെയ്യാൻ പറ്റാതെയാണല്ലോ അല്ലേ?
അല്ല നീ ഓർഡർ ചെയ്തിട്ടാണോ സാധാരണ വരുത്തില്ലല്ലോ? അതന്നേരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ടേ. ഇത് നീ പെട്ടെന്ന് വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ വരുവാ. ആ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് മൂക്കുമ്പം വിളിച്ചാൽ വരിക ശരിയാവുക. അതുകൊണ്ടല്ലേ നീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാ. ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓർഡർ എടുക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഒന്നും വിളിക്കേണ്ട സാഹചര്യമല്ല എനിക്ക്. ഇടാ ഹസ്ബൻഡും ഉണ്ട്, പിന്നെ മക്കളും ഉണ്ട്, എല്ലാവരും ഇല്ലേ. ഇപ്പം ആരും ഇല്ലാതെ വരത്തല്ലേ എന്നെ വിളിക്കല് നീ. ഇത് രാവിലെ തോന്നിയതാ. അതെ ഇപ്പം ഞാൻ പെട്ടല്ലോ. നീ പറ്റിട്ടൊന്നുമില്ല. അത് മറ്റേ സാധനമൊന്നുമില്ലേ? അതൊന്നും വേണ്ട. അതിൻ്റെ എല്ലാം ഡേറ്റ് കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു. അതെനിക്കുറപ്പാ. ഞാനിപ്പം ഞാൻ നീ ഇന്ന് വന്നിട്ടില്ലേ പിന്നെ 2 ദിവസം കൂടി ഞാൻ എങ്ങനെ നിൽക്കുക? പിന്നെ എൻ്റെ കെട്ടി വന്നവൻ കെട്ടിന്നാണ് ചോദിച്ചാൽ രാത്രി കെട്ടി നിനക്ക് പറ്റുന്നില്ല. വാ. അന്നെ കൊണ്ട് ചെയ്യിക്കുന്ന അഭ്യാസങ്ങളൊന്നും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലായിരിക്കും. ഇല്ല, അതൊന്നും കേൾക്കൂല. വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാണ്ട് പുറത്ത് ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നത്ര നല്ല ശീലമല്ല കേട്ടോ. അത് സാരമൊന്നുമില്ല. ഞാൻ പുറത്തുള്ളതാ ഇഷ്ടം. പുറത്തുള്ളതൊന്ന് ശീലിച്ചാൽ ഇതാണ് ലാസ്റ്റ് പറഞ്ഞോണ്ട് നിന്നിട്ട് നേരം കൂട്ടലാണ്. എല്ലാം പറഞ്ഞോണ്ട് നിന്നിട്ട് നേരം ഇപ്പാട് കട്ടിയിട്ട് പാഞ്ഞു തരാൻ എനിക്ക് പറ്റൂല. കാരണം പേടി കൊടുക്കേണ്ടതിന് ഈ സാധനം ചൂടാറുന്നതിന് നിനക്ക് അങ്ങ് കൊടുക്കണ്ടേ. എന്നിട്ട് എത്ര മണിക്കെത്തും? ഇന്നിനി എന്തായാലും എൻ്റെ ഈ വീട്ടിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും 3 മണി. പിന്നെ തിങ്കളാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ലേ? ചങ്ങനെ വല്ല ഇല്ല, എനക്ക് വേറെ പോകാനുണ്ട്. എന്നാ ഒരു കാര്യം ഞാൻ പോന്ന നോക്കല എൻ്റെ പിരിഞ്ഞ് പോരി. ഇല്ല, അതൊന്നും പറ്റൂല. എനിക്ക് ഇന്ന് വരാൻ പറ്റുന്നില്ല. ഞാൻ തിങ്കളാഴ്ച ചെയ്യുന്നില്ല. വീട്ടിൽ തന്നെ നടക്കുകയും പോകണം, പുറത്ത് വരികയും വരുകയില്ല. എൻ്റെ വണ്ടീനെ വേണ്ട. വണ്ടീൻ്റെ വരെന്താണ് പോയിട്ടെ. എന്നിട്ട് അവളെല്ലാം കണ്ടിട്ട് റോള് തലയോട്ടം കിട്ടാൻ ഷോളെല്ലാം ഇട്ട മനസ്സിലാവുമ്പോഴേ ഇല്ല. എന്നിട്ട് നല്ല എൻ്റെ അടുത്തുള്ള ഹെൽമെറ്റ് ഒന്ന് വെച്ച് ഞാൻ ഒന്നും മനസ്സിലാവില്ല. അല്ല, അപ്പൊ രാവിലെ എന്നിട്ട് ഞാൻ വിടേണ്ടി വരില്ലേ? മക്കളെല്ലാം സ്കൂളിൽ പോയി വരുമ്പോഴേക്ക് എത്തും. സൗകര്യം ദിവസം അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. കാരണം നമ്മൾ ഒരു ഓർഡർ കൊടുക്കാൻ ആകപ്പെടാത്രയാ 2 3 1 മിനിറ്റ് 2 മിനിറ്റ് അതിൽ കൂടുതൽ കാണുമ്പോൾ ഇത് വണ്ടിയൊക്കെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് 2 മണിക്കൂറാണ് നിന്റെ വീട്ടിൽ. ഈ വീട്ടിന്റെ ബാക്കിൽ വെച്ചാൽ മതി, ആരും ശ്രദ്ധിക്കൊന്നുമില്ല. അന്ന് ഞാൻ കഷ്ടിച്ചാർന്ന് രക്ഷപ്പെട്ട് പോയിന് കേട്ടാ. അതെ, ആരും പിടിച്ച അടുത്തുള്ള വീട്ടിൽ എന്തൊരു ഡൗട്ട് അവരാരും ശ്രദ്ധിക്കുന്നുണ്ട്. ആടെയും നിന്ന് ആരുമില്ല. ആരെല്ലാം വേറെ എവിടെയോ പോകാണ്ടിരി. ഇന്നെല്ലാം കൊണ്ട് സൗകര്യം. വരാൻ പറ്റുമോ? സാധനം കൊടുത്തിട്ട് ഞാനങ്ങ് ഓടിയെത്തി പണിയുണ്ട്. അത് നിനക്കൊരു മാറ്റം മറ്റേ വിളിച്ചപ്പോൾ കഴിഞ്ഞാണല്ലോ. എല്ലാവരും ഇത്രയും ദൂരമുള്ള ഇത് ഓർഡർ ഇത് വിളിക്കുമ്പോഴൊന്നും കിട്ടില്ല. മറ്റേ വല്ലോ ആടെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലേക്ക് എങ്ങനെയാണൊക്കെ വരുന്നത്. അന്നേരം ഞാൻ നീ വിളിക്കട്ടെ നേരിട്ട് നിൽക്കും. അന്നേരം നീ വിളിക്കലുണ്ടായിരുന്നു. അപ്പൊ അന്നെല്ലാം വരാണ്ടിരുന്നതോ?
അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ചില നേരത്ത് വിട്ടു തോന്നിയല്ലേ. എന്നാ ഇന്ന് വന്നേ പറ്റൂ. നീ എല്ലാം കൂടി എന്നെ കൊണ്ട് ആ നീ ആടെ എവിടെയും കൊടുത്ത് നീ കട്ട് ചെയ്ത് എന്നിട്ട് വേഗം കൊടുത്തിട്ട് വാ. കൊടുത്തിട്ട് ഇത് അല്ല ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ആക്രാന്തം മൂത്തിന് അങ്ങനെ സമയം പോകുന്ന കാണുന്നില്ലേ? വരാണ്ടിരുന്നാൽ പിന്നെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. വന്നിട്ട് ഞാൻ ഇത് തിന്നു മൊത്തത്തില് സാധാരണ ഇങ്ങനെയാണല്ലോ. തിന്നണ്ടിക്ക് തിന്നു. ഞാൻ നോക്കിയിട്ടൊന്ന് വിളിച്ചാൽ മതിയാ? പോരാ. നീ പറയുമ്പോ ഞാൻ ഇവിടെ നോക്കണം അല്ലേ? അത് ഞാൻ നിന്റെ സൗകര്യം ഞാൻ നിന്റെ സൗകര്യം നോക്കിയിട്ടില്ലേ വിളിക്കല്. ആ ഇല്ല, എനിക്കിന് സൗകര്യം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ വന്നിട്ടില്ലേ പിന്നെ എനിക്ക് സൗകര്യം ഉണ്ടാവില്ലേ? ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും ഓടി വരാം. പക്ഷെ നീ ഇതുവരെ സമ്മതിക്കാത്ത ഒരു സംഭവം ഉണ്ട്, അതും കൂടി ചെയ്യാൻ പറ്റും. അത് നീടെ വന്നിട്ട് ഞാൻ സമ്മതിക്കും. ഉറപ്പാ? അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചിട്ടല്ലല്ലോ നീ. ഇല്ല നീ അന്ന് ഇപ്പൊ അത് പറ്റൂല. അതെ, നീ തിരിച്ചെന്നെ കൊണ്ട് അങ്ങോട്ടുള്ള എല്ലാം തീറ്റിക്കും, ഇങ്ങോട്ടൊന്നും നടത്തൂല അല്ലേ? കട്ടാക്കിയിട്ട് വന്നട്ടെ. എല്ലാം നടക്കുമല്ലോ. നടക്കും. എന്നാ പണി പോയാലും തിരക്കില്ല. ഞാൻ ഇത് എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് പറന്ന് വരാം. ഓക്കെ, പറഞ്ഞിട്ട് ഓടിച്ചിട്ട് അപ്പൊ എല്ലാം സെറ്റാക്കി വെക്ക്. ഞാൻ സെറ്റാ. രാവിലെ എന്റെ പരിപാടിയല്ലേ. ഒരു കാര്യം ചെയ്യാം, അവിടെ അടുത്തൊന്നും ആളൊന്നുണ്ടാവില്ലല്ലോ? ഇല്ലാന്ന് അവരെല്ലാം പോയി. എന്നാ ശരി, ഓക്കെ.